പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന് പറയുന്ന സോഷ്യൽ സയൻസിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. അപ്പോൾ പറഞ്ഞേ, എന്തുവാണ് ഈ ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്കതിൽ പബ്ലിക് ഒപ്പീനിയൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാം. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ആര് ഭരിക്കണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആര് ഭരിക്കണമെന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? നമുക്കിടയിൽ നിന്നൊരാളെ ചൂസ് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യുന്നു? ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്നു. അപ്പോൾ ഈ പറയുന്ന MLA ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, ഇവരാണ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഭരണം നടത്തുന്നതും. അപ്പോൾ നമ്മുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മളവിടെ വോട്ട് ചെയ്ത് അയക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിലും നമ്മുടെ ഒപ്പീനിയൻ അവർ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? ഒരു പുതിയ നയം, പുതിയ നിയമം, പുതിയ എന്തോ ആയിക്കോട്ടെ, അത് വരുമ്പോൾ അത് മന്ത്രിമാർ അവരുടെ പാനലൊക്കെ കൂടിയിട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളതാകണമെന്നില്ല. ചിലപ്പോൾ എല്ലാ ജനങ്ങൾക്കും ഒന്നല്ല, ഒരു വിഭാഗത്തിന് മാത്രമായിരിക്കാം, എങ്ങനെയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായം എന്ത് ചെയ്യും? അവരിലേക്ക് അറിയിക്കും, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കും. 2 രീതികളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചില ജനങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, സെലക്ട് കമ്മിറ്റി ഓൺ പബ്ലിക് ഹെൽത്ത് ബിൽ കമൻറ്റ് ക്യാൻ ബി ഗിവൺ. ഇതൊരു പത്രപരസ്യമാണ്. അതായത് നോക്കിയേ, പബ്ലിക് ഹെൽത്ത് ബില്ല് അഥവാ ജനങ്ങളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ ബില്ല് വരാനായിട്ട് നമ്മളൊരു സെലക്ട് കമ്മിറ്റിയെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? നിയോഗിച്ചിട്ടുണ്ട്. ഈ സെലക്ട് കമ്മിറ്റിയുടെ യോഗം, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. ആ മീറ്റിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ ജനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. 2ാമത്തെ മാർഗം എന്ന് പറയുന്നത് എന്തുവാണ്? സമരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമാണ്. ഇതിലൂടെയും, സമരങ്ങൾ എന്ന് പറയുമ്പോൾ നല്ലതിന് വേണ്ടി സമരം ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അഭിപ്രായങ്ങൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികളിലേക്ക് എത്തിക്കാൻ പറ്റും. സത്യത്തിൽ ഇതിനെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി എന്ന് വളരെ ചുരുക്കത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുജന അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജനങ്ങൾക്ക് ഉള്ള അഭിപ്രായം. ആരുടെ കാര്യത്തിലുള്ള അഭിപ്രായം? അവരുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളിലോ അവരുമായി നേരിടുന്ന പ്രശ്നങ്ങളിലോ അവരെന്ത് ചെയ്യുന്നു? അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിനെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ? ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാൻ പോകുന്ന പോയിന്റ്. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞേ. ഇറ്റ് ഈസ് ദ ജനറൽ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ എബൌട്ട് ദ ഇഷ്യൂസ് അഫക്റ്റിംഗ് ദം. അല്ലേ? ആൾക്കാർ അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള അവരുടെ അഭിപ്രായത്തിനെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ദ പൊസിഷൻ പൊസിഷൻ ഓർ ഒപ്പീനിയൻ generally held by a section of society or a particular issue on a particular issue. Okay, it can be the പൊസിഷൻ ഓർ ഒപ്പീനിയൻ, അതായത് ജനങ്ങളുടെ ഒരു നിലപാടോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായമോ ആകാം ഒരു പ്രത്യേക വിഷയത്തിന്മേലുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. പബ്ലിക് ഒപ്പീനിയൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഗ്രാമസഭ. ഈ ഗ്രാമസഭ നിങ്ങളെല്ലാവരും കേട്ടിട്ടെങ്കിലും ഉണ്ടായിരിക്കും, അല്ലേ? ഗ്രാമത്തിൽ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പർ, അതുപോലെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും അവിടെയുള്ള ജനപ്രതിനിധികളും സാധാരണക്കാരും ചേർന്നുണ്ടാകുന്നതാണ് ഈ പറയുന്ന ഗ്രാമസഭകളെന്ന് പറയുന്നത്. ഗ്രാമസഭ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? വാർഡ് സഭ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തുവാണ്? ഈ പറയുന്ന വാർഡിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അവിടെ അവതരിപ്പിക്കും. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം? പറയാം. ആ അഭിപ്രായങ്ങൾക്ക് മേലുള്ള നടപടിയും കാര്യങ്ങളൊക്കെ അവർ എടുക്കും. അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എന്തിൻ്റെ? പബ്ലിക് ഒപ്പീനിയൻ്റെ, അല്ലേ? ജനങ്ങൾക്ക് തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ ഇവർ എന്ത് ചെയ്യാൻ പറ്റും? അറിയിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളിലും ഓക്കെ, ദ സ്ട്രീറ്റ് ലൈറ്റ്സ് ആർ ഓഫൻ നോട്ട് ലിറ്റ്, ദിസ് കോസസ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി, അല്ലേ? ഓരോ വ്യക്തികൾക്കും അവരുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് പറയാം, അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള ആവശ്യങ്ങളെ പറ്റി പറയാം, അല്ലെ? കിണർ വേണം, വീട് വേണം, തൊഴിലില്ലായ്മ വേതനം വേണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇതുപോലത്തെ ഒരു മീറ്റിംഗ് വയ്ക്കാം. ഈ മീറ്റിങ്ങിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? നമ്മളുടെ അഭിപ്രായം, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ജനറൽ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ അബൌട്ട് ദ ഇഷ്യൂസ് അഫക്റ്റിംഗ് ദം, അല്ലെ? വ്യക്തിയെ അഫക്റ്റ് ചെയ്യുന്ന അവരുടെ ഇഷ്യൂവിന്മേൽ അവരുടെ അഭിപ്രായമാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ പറയാം, കാരണം വ്യക്തികളുടെ കാര്യമാണ്, അല്ലേ? ഇത് നല്ലതാകാം, മോശമാകാം, ചിലപ്പോൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് നമ്മൾ പറയുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജനറൽ കൺസേൺ കൊണ്ട് പറയുന്നതാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇറ്റ് ക്യാൻ ബി ദ പൊസിഷൻ ഓർ ദ ഒപ്പീനിയൻ ജനറലി ഹെൽഡ് ബൈ ദ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഓൺ എ പർട്ടിക്കുലർ ഇഷ്യൂ, അല്ലേ? ഇത് നിലപാടാകാം. അതായത് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഓരോ മതസംഘടനകൾക്ക്, ഓരോ നമ്മുടെ സന്നദ്ധ സംഘടനകൾക്കൊക്കെ എന്തുണ്ട്?
ഇതുപോലെ അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങളാണ് അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ എന്തെന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി എന്താ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതുവായ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം എന്തെന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പൊതുജനങ്ങൾക്ക് അവരുടെ ഇഷ്യൂവിന്മേൽ ഉണ്ടാകുന്ന അഭിപ്രായം പൊതുജനാഭിപ്രായം. ഈ പറയുന്ന പൊതുജനാഭിപ്രായം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് കൊണ്ട് എന്താ ഗുണം? ഇവിടെ പൊതുജനാഭിപ്രായങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ സിറ്റിസൺസ് എന്ന് പറയുന്നവർ എംപവർ ആവും. ഡെമോക്രസി അതിൻ്റെ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ജനങ്ങൾക്ക് എന്ത് വേണം? ഇത്തരത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മൾ ലിബർട്ടി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സിറ്റിസൺസ് എംപവേർഡ് ത്രൂ പബ്ലിക് ഒപ്പീനിയൻ. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഈ പറയുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നാൽ അത് കറക്റ്റായിട്ട് വർക്കാവുകയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അതെനിക്ക് ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ്. അപ്പം ഞാൻ അത് കണ്ടിട്ട് മിണ്ടാതിരുന്നാൽ ഒരു കാര്യവും നടക്കത്തില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നു, അവരുടെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ആൾക്കാർക്കിടയിൽ സംസാരം ഉണ്ടാകുന്നു, ആൾക്കാർ ഗ്രൂപ്പാകുന്നു, ഗ്രൂപ്പ് ചേർന്ന് സമിതി ഫോം ചെയ്യുന്നു. സമിതി എന്ത് ചെയ്യുന്നു? ഇതിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇതിനെ അനുകൂലിച്ചോ ഒക്കെ എന്ത് ചെയ്യുന്നു? സമരം ചെയ്യുന്നു. സമരം മുന്നോട്ട് പോകുന്നു. പബ്ലിക് ഒപ്പീനിയൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ വീടിനടുത്ത് ഒരു കെമിക്കൽ ഫാക്ടറി വരുന്നു. ഈ കെമിക്കൽ ഫാക്ടറിയിൽ നിന്നുണ്ടാകുന്ന കെമിക്കൽസ് എൻ്റെ നാടിനെ മോശകരമായിട്ട് ബാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ പാലക്കാട് ആണെന്ന് തോന്നുന്നു, പ്ലാച്ചിമട എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു കൊക്കക്കോള എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റ് വന്നപ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ വെറും മണ്ടന്മാരായിട്ടിരിക്കുന്നവരാണെങ്കിൽ ആ പ്ലാന്റ് അവിടെ നിന്നേനെ, അവരുടെ കുടിവെള്ളം ഇല്ലാതായി മാറിയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരിതിനെതിരെ പ്രതികരിക്കാനായിട്ട് പോയി. ഒറ്റയ്ക്ക് പോയി പ്രതികരിച്ചാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സംഘമായി ചേർന്ന് അവരുടെ അഭിപ്രായം അവർ സർക്കാരിനെ അറിയിക്കും. ഇതാണ് പബ്ലിക് ഒപ്പീനിയൻ. സോ അതിലൂടെ സിറ്റിസൺസ് എന്താവുകയാണ്? അവർ എംപവേർഡ് ആവുകയാണ്. എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, പൊതുജന അഭിപ്രായത്തിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അവരെന്ത് ചെയ്യും? ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യും. ഞാൻ പറഞ്ഞ ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് സമരം ചെയ്യാനുള്ള അവകാശം നമുക്ക് തന്നിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട് സമരം ചെയ്യാൻ അവകാശം തന്നെ? നമ്മുടെ അഭിപ്രായം സർക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ അഭിപ്രായത്തിലെ യുക്തിചിന്തയും അതുപോലെ ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണകരമാക്കുന്നു. അല്ലെ, ആൾക്കാർക്ക് വിവരവും വിദ്യാഭ്യാസവും വരുമ്പോഴാണ് ഇത് പറ്റുന്നത്. ഇറ്റ് വിൽ സ്ട്രെങ്തൻ ദ ഡെമോക്രസി. ദ റാഷണാലിറ്റി, the scientific perspective of their opinion will positively influence the public opinion. This will help to evolve a civil society that is alert to social issues. അങ്ങനെ സോഷ്യൽ ഇഷ്യൂവിനെതിരെ പ്രതികരിക്കുന്ന ശക്തമായ ഒരു സിവിൽ സൊസൈറ്റി രൂപീകരിക്കുന്നു. എന്താണ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൗരസമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാഭയിച്ചയൊന്നും കൂടാതെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൂടി ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൗരസമൂഹം എന്ന് പറയുന്നത്. നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെ? നമ്മൾ ചുറ്റും ഇപ്പോൾ ഒരു പ്രശ്നം കണ്ടാൽ നമ്മൾ എത്ര പേര് അതിന് ഇടപെടാൻ റെഡിയാവുന്നത്? എന്തുകൊണ്ടാണ് നമ്മളതിൽ ഇടപെടാതെ അവരുടെ കാര്യം അവർക്ക് നമ്മൾ ഇടപെടണ്ടെന്ന് പറഞ്ഞ് പോകുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല അല്ലെ? നമ്മൾ ആദ്യം കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരെ നമ്മളെ കുറ്റം പറയും. അവന് മിണ്ടായിരുന്നാൽ പോലെ, അവൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുന്നതൊക്കെ പറയും. അപ്പോൾ അതൊന്നും പേടിച്ച് നിൽക്കാതെ നാട്ടിലുണ്ടാകുന്നൊരു പ്രശ്നത്തിന് ജനങ്ങൾ ഒത്തുചേർന്ന് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അത് നടക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മുടക്കാനാണെങ്കിൽ അങ്ങനെ, എന്തോ ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരുമിച്ച് പ്രയത്നിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. ഈ പൊതുജനാഭിപ്രായത്തിലൂടെ എന്ത് സംഭവിക്കുകയാണ്? ശാക്തീകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ആൾക്കാർ എംപവേർഡ് ആവുകയാണ്. ഒരു ഡ്രൈ ടോപ്പിക്കാണ്, ഈ ഒരു രീതിക്ക് പറയാനേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ്റെ ഇമ്പോർട്ടൻസ്? നോക്കടാ. When citizens are empowered through public opinion, ഡെമോക്രസി ബിക്കം സ്ട്രോങ്. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, പബ്ലിക് ഒപ്പീനിയൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചിട്ട് എന്തുവാണ്? ജനങ്ങൾ പബ്ലിക് ഒപ്പീനിയനിലൂടെ അവരെന്ത് ചെയ്യുന്നു? ശാക്തീകരിക്കപ്പെടുന്നു, അവർ ശക്തരായി മാറുന്നു. അത് ഡെമോക്രസിയെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു നേതാവ് ജയിച്ചു പോയ നേതാവ് മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ ഒരു ആവശ്യവും. അപ്പോൾ ആൾക്കാർ നോർമലി അതിനെതിരെ തിരിയും. അവരെന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടായിട്ട് തീരുമാനിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു എറണാകുളത്താണെന്ന് തോന്നുന്നു, ഒരു പുതിയ പാർട്ടിയൊക്കെ 2020 എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി ഫോമായി. എന്തുകൊണ്ടാണ്?
അവിടെ ഉള്ളവർ അതിന് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ നിലവിലുള്ള 3 പാർട്ടിക്കാർ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവരെന്ത് ചെയ്തു, പുതിയൊരു പാർട്ടി രൂപീകരിച്ചു. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ അതിനെതിരെ സംസാരിക്കാനുള്ള മിനിമം ധൈര്യം നമുക്കുണ്ടാകണം. അതാണ് ശക്തരായി മാറുക, ശാക്തീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് അല്ലേ നമുക്ക് റാഷണൽ ഒപ്പീനിയൻസ് ഉള്ള അതുപോലെ എന്താണ് സയൻറ്റിഫിക് തിങ്കിങ് ഉള്ള ആൾക്കാർ എന്ത് പറ്റും, കൂടുതൽ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. അതായത് നമ്മുടെ ജയിച്ചു പോകുന്ന MLA കാര്യം ചെയ്യുന്നില്ല, അത് എണീറ്റ് ഒന്ന് ചോദിക്കാൻ ധൈര്യം കാണിക്കണം, അല്ലെ ആ ധൈര്യം ആൾക്കാർക്ക് ഉണ്ടാവണം. അതൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സൊസൈറ്റി വെയർ പീപ്പിൾ എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓപ്പൺലി ഹെൽപ്പ് എവ്രി വൺ സ്റ്റേ അവെയർ ഓഫ് ദ സോഷ്യൽ ഇഷ്യൂസ്. അല്ലേ, ഓപ്പണായിട്ട് ഒപ്പീനിയൻസ് പറയാൻ നമുക്ക് ധൈര്യം വരുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും, നമ്മുടെ സോഷ്യൽ ഇഷ്യൂസിന് നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാനും ആ എൻകറേജ് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് അതിന് വേണ്ടിയുള്ള ആക്ഷൻസ് എടുക്കാനും എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന 2 പോയിന്റുകൾ. ഒന്ന്, എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? നിങ്ങൾ പറയും പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ എന്താണ്, ഏതെങ്കിലും ഒരു വിഷയത്തിന് മേലുള്ള ജനങ്ങളുടെ ജനറലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു നിലപാടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ എന്തായിരിക്കാം, ഒരു ചിന്താഗതി ആയിരിക്കാം. അതിൻ്റെ ഗുണം എന്താണ്, എന്തുകൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയൻ എന്താണ് ചെയ്യുന്നത്? അത് ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യുന്നു, ഡെമോക്രസിയെ ശക്തിപ്പെടുത്തുന്നു, ശാക്തീകരിക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയുള്ള പബ്ലിക് ഒപ്പീനിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഭാഗം വായിച്ചു നോക്കണ്ടേ. ഓക്കെ, ദ ഇൻഫ്ലുവൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഓൺ സോഷ്യൽ ലൈഫ്, ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്സ് ഈസ് ഇനോർമസ്. ഇമ്പോർട്ടൻസിനെ പറ്റി പറയുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഫോംഡ് വെൻ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ബ്രിങ് ഔട്ട് ദ പ്രോബ്ലം ഇൻ ദ സൊസൈറ്റി ടു ദ അറ്റൻഷൻ ഓഫ് അതേഴ്സ്. അല്ലേ, എപ്പോഴാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാകുന്നത്? റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ള സിറ്റിസൺസ് എന്ത് ചെയ്യുന്നു, അവർ നേരിടുന്ന പ്രശ്നത്തെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പം നമ്മുടെ വീടിനടുത്തുള്ള ഓടയിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്, കണ്ടിട്ട് മൂക്കും പൊത്തി പോകുന്നു എല്ലാവരും. ഒരുത്തൻ അതിനെതിരെ ചോദ്യം ചെയ്യാൻ പോകുന്നു, അവൻ മുന്നിട്ടിറങ്ങുന്നു, അവൻ്റെ പുറകിൽ ആൾക്കാർ അണിചേരുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് സോഷ്യൽ കൺട്രോൾ ഓവർ ദ ഗവൺമെൻറ്. അല്ലേ, സർക്കാരിനെ മേലുള്ള ഒരു സമൂഹത്തിൻ്റെ കൺട്രോളാണ്. അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത് മണ്ടന്മാരല്ല, നമ്മൾ പറയുന്നത് ജനങ്ങൾ കഴുതകളല്ല എന്നൊക്കെ പറയാറില്ലേ. ആ ജനങ്ങൾ കഴുതകളല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ജയിച്ചു പോകുന്ന നേതാവ് തോന്നിവാസം കാണിച്ച് അടുത്ത പ്രാവശ്യം ജയിപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ അത് പേടിച്ചിട്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് തരും. ഓക്കെ, ഇറ്റ് എൻകറേജസ് ഡിബേറ്റ് ആൻഡ് എംപവേഴ്സ് ഡെമോക്രസി. അല്ലേ, ഇത് എന്ത് ചെയ്യുന്നു, ചർച്ചകൾക്ക് വഴിവെക്കുന്നു, അതിലൂടെ ഡെമോക്രസിയെ എംപവർ ചെയ്യുന്നു. സോ പബ്ലിക് ഒപ്പീനിയൻ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദി എസെൻഷ്യൽ ക്രൈറ്റീരിയ ഓഫ് ഡെമോക്രസി. സോ ഡെമോക്രസിയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെയാണ് എന്ത്, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പൊതു അഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പറഞ്ഞ കാര്യം ഇനി മലയാളത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെയാണ്? ഒന്ന്, പൊതു അഭിപ്രായം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ, ഒന്ന്, ഇറ്റ് റിഫ്ലക്ട് ഡൈവേഴ്സ് ഒപ്പീനിയൻസ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ എന്ത് ചെയ്യുന്നു, ഇത് റിഫ്ലക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. പൊതുജന അഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് മേൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഈ അഭിപ്രായങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നാലേ നമുക്ക് ചർച്ചകളിലൂടെ അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നു. 2, പബ്ലിക് ഒപ്പീനിയൻ ഈസ് നോട്ട് നെസസറിലി ദ വ്യൂ ആൻഡ് ഒപ്പീനിയൻ ഓഫ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, ബട്ട് ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ദ ജനറൽ കോൺസൈൻസ് ഓൺ ടോപ്പിക്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് മെജോറിറ്റിയുടെ അഭിപ്രായമാകണം എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരുത്തനായിരിക്കും അത് ചോദ്യം ചെയ്യാൻ വരുന്നത്. ബാക്കി 99 ആൾക്കാർ അല്ലെങ്കിൽ 99% ഉണ്ടായിരുന്നാൽ പോലും ഈ ഒരുത്തൻ പറയുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ പോയിന്റ്. അത് പോയിന്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാർ അവൻ്റെയോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനോടൊപ്പം നിൽക്കും. പൊതുജന അഭിപ്രായം എന്നത് ഭൂരിപക്ഷ ആളുകളുടെ കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല, എന്നാൽ അതൊരു വിഷയത്തിന് മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. അല്ലേ, എന്ന് വെച്ചാൽ എന്താ, ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു എന്ത് വരുന്നു, ഒരു പ്ലാന്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഫാക്ടറി വരുന്നു, അല്ലെങ്കിൽ സ്ഥലം കുറച്ച് പാടം നികത്തിയിട്ട് അവിടെ ഒരു പുതിയ ബിൽഡിംഗ് വരാൻ പോകുന്നു. സോ ചിലപ്പോൾ അവിടെയുള്ള എല്ലാ ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും, കാരണം ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമല്ലോ എന്ന് പറയും. പക്ഷെ പാടങ്ങളെന്ന് പറയുന്നത്, അല്ലേ, നെൽപ്പാടം ഏത് പാടം ആയിക്കോട്ടെ, കൃഷി സ്ഥലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് നികത്തുന്ന അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ അതിനെതിരെ പ്രതിഷേധിക്കും.
അപ്പോൾ എൻ്റെ പ്രതിഷേധം ചിലപ്പോൾ ആ നാട്ടിൽ ചുറ്റുമുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ പ്രതിഷേധിച്ച് ധൈര്യമായിട്ട് എൻ്റെ ഒപ്പീനിയൻ കൊണ്ട് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കാലം എക്സാമ്പിളായിട്ട് എടുക്കാം. മീഡിയ നമ്മളെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മളെ കൂടെ നിൽക്കാം. അതിലൂടെ ആൾക്കാരെ അറിയാം. അങ്ങനെ ആൾക്കാരെല്ലാം അതിനെതിരെ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരാം. അങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ സർക്കാരിന് എന്ത് ചെയ്യേണ്ടി വരും? അതിൽ ഇടപെടേണ്ടതായിട്ട് വരും. അങ്ങനെ ഇടപെടുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ നാട്ടിനടുത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാതിയുടെ പേരിൽ ആരെങ്കിലും മാറ്റി നിർത്തുന്നു. നല്ലൊരു എക്സാമ്പിളാണ്. ഈ ജനറൽ മെജോറിറ്റിയുടെ ഒപ്പീനിയനെതിരെ പറയാൻ പറ്റുന്ന നല്ലൊരു എക്സാമ്പിളാണ്. ജാതിയുടെ പേരിൽ ഒരാളെ നമ്മൾ ഒരു കുടുംബത്തെ നമ്മുടെ നാട്ടിൽ മാറ്റി നിർത്തുന്നു. മറ്റ് ഈ പറയുന്ന മാറ്റി നിർത്തുന്ന ആളുടെ ജാതി എന്തോ ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ഒരു ജാതിയും പറയുന്നില്ല, എങ്കിലും എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും മറ്റേ മെയിൻ ജാതിക്കാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൽ തന്നെ ഉള്ള ഒരുത്തൻ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാൻ വന്നു. പക്ഷേ ശരി ആരുടെ ഭാഗത്താണ്? ഈ ചോദ്യം ചെയ്യുന്ന ഒരുത്തൻ്റെ ഭാഗത്ത്. അപ്പോൾ ജനറലി ഈ പറയുന്ന മെജോറിറ്റിയുടെ ഒപ്പീനിയൻ എന്നല്ല പബ്ലിക് ഒപ്പീനിയൻ്റെ അർത്ഥം. അങ്ങനെ വിശ്വസിക്കരുത്. ശരിയായതെന്തോ അതാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ആ പബ്ലിക് ഒപ്പീനിയൻ പുറത്ത് വരുമ്പോൾ ആൾക്കാർക്കിടയിൽ അത് കോൺസയൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു പൊതുസമ്മതം എന്ന് വെച്ചാൽ ഒരു അംഗീകാരം ആൾക്കാർക്കിടയിൽ കിട്ടുന്നു. അടുത്ത് പബ്ലിക് ഒപ്പീനിയൻ മേ ചേഞ്ച് ഫ്രം വിത്ത് ദ സർക്കംസ്റ്റാൻസസ് ടൈം ആൻഡ് ന്യൂ നോളജ്. അതായത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്നും ഒന്നും തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഇത് പറഞ്ഞ പ്രശ്നമാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയാമല്ലേ, നിങ്ങളാരും പ്രശ്നം ഉണ്ടാക്കത്തില്ലല്ലോ അല്ലേ? നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. പണ്ട് ഒരു പാർട്ടിക്കാർ പറയുമായിരുന്നു, നമ്മുടെ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറൊന്നും നമ്മുടെ നാട്ടിൽ വരുന്നത് നല്ലതല്ല, തൊഴിലില്ലായ്മയ്ക്ക് അത് കാരണമാകുമെന്ന് പണ്ട് പറഞ്ഞൊരു പാർട്ടിക്കാരുണ്ടായിരുന്നു. ഏതൊരു പാർട്ടിക്കാരൻ എനിക്കറിയില്ലായിരുന്നു, ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് അതേ പാർട്ടിക്കാർ തന്നെ എന്ത് പറയുന്നു? കാലം മാറിക്കഴിഞ്ഞു. അന്നത്തെ പബ്ലിക് ഒപ്പീനിയനായിട്ടാണ് അവരത് മുന്നിലോട്ട് കൊണ്ടുവന്നത്. എന്നാൽ കുറച്ചു കാലം മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇതേ പാർട്ടിക്കാർ പറഞ്ഞു ഈ പറയുന്ന കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും AI-യും ഫീച്ചേഴ്സും വെബ്സൈറ്റും ഒക്കെ എന്താണ് നമുക്ക് ആവശ്യമുള്ള സാധനമാണെന്ന്. സോ പബ്ലിക് ഒപ്പീനിയൻ അന്ന് വേറൊന്നായിരുന്നു, ഇന്ന് വേറൊന്നായി. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ വരുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു കാലത്ത് കുറേ ആൾക്കാർ പബ്ലിക് ഒപ്പീനിയനായിട്ട് വന്നിരുന്നു. പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ആൾക്കാർ ഈ വിഷയം പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു, സമരം ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് അതേ ആൾക്കാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ നാട്ടിൽ ഈ പറയുന്ന കോളേജുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. ഇതാണ് പറയുന്നത്, കാലത്തിനനുസരിച്ച് നമ്മുടെ അഭിപ്രായവും മാറും, അറിവിനനുസരിച്ചും മാറും. അതായത് പണ്ട് കാലത്ത് ശൈശവ വിവാഹം എന്ന് പറയുന്നത് ഒരു പബ്ലിക്കലി ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാലം മാറിയപ്പോൾ നമുക്ക് മനസ്സിലായി അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെതിരെ പ്രതികരിച്ചു. പബ്ലിക് ഒപ്പീനിയൻ്റെ ഒരു ഉദാഹരണമാണ്. സോ കാലത്തിനനുസരിച്ച് അത് എന്ത് ചെയ്യും? മാറും. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് ഈ പറയുന്ന പൊതുജനാഭിപ്രായം മാറിക്കൊണ്ടേയിരിക്കും. അതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഓൾവേസ് ഫോംഡ് നോട്ട് ഓൺലി ഓൺ പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ബട്ട് ഓൾസോ ഇൻ റിലേഷൻ ടു സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ മാറ്റേഴ്സ്. അതായത് എപ്പോഴും എന്തായിരിക്കണം? രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാകണമെന്നില്ല അല്ലേ, സാമൂഹികവും സാമ്പത്തികവും അതുപോലെ തന്നെ എന്താണ് കൾച്ചറലി ഉള്ള കാര്യവുമായിട്ട് മാറാം. പൊതുജന അഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല. അതായത് രാഷ്ട്രീയക്കാർ മാത്രമല്ല ഇത് പറയുന്നത്, നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. കാരണം ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസിനും രാഷ്ട്രീയക്കാർ തന്നെയാണ് നമ്മൾ മുന്നിട്ട് അല്ലേ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ ആകണമെന്നില്ല. മറ്റു വിഷയങ്ങൾക്ക് മേലും ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന സാമൂഹിക അഭിപ്രായം രൂപപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ശൈശവ വിവാഹം അതൊരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള വിഷയമല്ല, അതെന്താണ് സാമൂഹികമായിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ നോട്ട് നിരോധനം സാമ്പത്തികമായിട്ടുള്ളൊരു വിഷയമാണ്, അല്ലെങ്കിൽ GSTയിൽ ഉണ്ടാകുന്ന മാറ്റം സാമ്പത്തിക പ്രശ്നമാണ്. അപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം? അഭിപ്രായങ്ങൾ രൂപീകരിക്കാം. അതുകൊണ്ട് മുന്നോട്ട് വരാനും പറ്റും. അടുത്ത് there is no fixed place from where one can express public opinion and anyone can express their opinion from anywhere. എന്ന് വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഇതുപോലെ മൈക്ക് കെട്ടിവെച്ച് കവലപ്രസംഗം നടത്തി മാത്രമാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്നത് എന്നൊന്നുമില്ല, നമുക്ക് അല്ലാതെയും പറയാം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ലൈവ് വന്നിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകാം. അങ്ങനെ നമുക്കതിനൊരു സ്ഥലമൊന്നുമില്ല, എവിടെ വെച്ച് വേണമെങ്കിലും നമുക്കത് പറയാം. ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷനെ ഇത് എൻഷുർ ചെയ്യുന്നു അല്ലെ. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയത്തിന് ഉറപ്പാക്കുന്നു അല്ലെ. ജനാധിപത്യം ഉറപ്പാക്കാനായിട്ട്, ജനാധിപത്യം മുന്നോട്ട് പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ. കാരണം ജനങ്ങളുടെ ആധിപത്യമാണ് ജനാധിപത്യം. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായമില്ലെങ്കിൽ ജനങ്ങളുടെ ആധിപത്യം ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതാണ് അപ്പോൾ ഡെമോക്രസിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ രീതി തന്നെയാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയൻ. ഇതാണ് സമരങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗവൺമെൻറ് അംഗീകരിച്ചു കൊണ്ടുപോകുന്നത് ഈ പറയുന്ന കാര്യം. ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒത്തുചേരാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് നമ്മളതിന് സിമ്പിളായിട്ട് പറയും. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് ചെറിയ ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം.
ഏജൻസീസ് ദാറ്റ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. ഈ പറയുന്ന പൊതുജന അഭിപ്രായങ്ങൾക്ക് രൂപപ്പെടാനുള്ള ഏജൻസികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി, ഞാനെന്ന് പറയുന്ന വ്യക്തി, എനിക്ക് സമൂഹത്തെ പറ്റിയിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. ഈ കാഴ്ചപ്പാട് എനിക്കുണ്ടാവുന്ന എവിടെ നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്. എവിടെയൊക്കെ ആയിരിക്കും? ഒന്ന്, നമ്മുടെ സോഷ്യലും കൾച്ചറലുമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ പ്രീ കോൺസെപ്ഷൻസ്, വേറെന്ത് വിചാരിച്ച്, പ്രീ കോൺസെപ്ഷൻസ്, ലീഡർഷിപ്പ് സ്കിൽ, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്താണ് പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. നോക്കിയേ, പൊതുവായൊരു പ്രശ്നത്തിന് മേലുള്ള ആളുകളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നോക്കിയേ, വ്യക്തിയുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃപാടവം, വിദ്യാഭ്യാസം മുതലായവ എന്ത് ചെയ്യാറുണ്ട്? പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചോളണം. ഓക്കെ, പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ? തൊട്ട് മുമ്പ് പഠിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഗുണങ്ങൾ. ഇനി അത് രൂപപ്പെടാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? നമുക്കൊന്ന്, നമ്മുടെ സാമൂഹിക സാംസ്കാരികമായ പശ്ചാത്തലം, നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ എത്തരം കുടുംബത്തിൽ നിന്ന് വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് വന്നാൽ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉണ്ടാവും. എന്നാൽ നമ്മളൊരു കോൺഗ്രസ് ഭാഗത്ത് നിന്ന് വന്നാൽ നമുക്ക് അങ്ങനെ ഉണ്ടാവും. ഇനി ഈ പറയുന്ന BJPയുടെ ഒരു ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചായ്വുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളായിരിക്കും ഉണ്ടാകും. നമ്മുടെ മനോഭാവം, അല്ലേ? ഒരു കാര്യം കാണുമ്പോൾ നമ്മളത് എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു, നമ്മുടെ വിശ്വാസങ്ങൾ, മതമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, മുൻധാരണകൾ. അതായത് ഇപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കവർ അല്ലെ മോശക്കാരായിട്ട് തോന്നും, അല്ലെങ്കിൽ ചില പ്രശ്നക്കാരായിട്ട് തോന്നും. അത് സത്യത്തിൽ അവരങ്ങനെ ആകണമെന്നില്ല, നമ്മുടെ മുൻധാരണ കൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കും. നേതൃപാടവം, ഒരാളുടെ ലീഡർഷിപ്പ് സ്കിൽ, അല്ലേ, കണ്ടിട്ട് മിണ്ടാ പോകുന്നവനുണ്ട്, അതുപോലെ തന്നെ കണ്ടാൽ ഇടപെടാൻ ധൈര്യം കാണിക്കുന്നവനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ അതിനെ സ്വാധീനിക്കും. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിനുള്ള ഏജൻസികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. ഇത്രയും ഏജൻസികളെ പറ്റി ഇനി അങ്ങോട്ടുള്ള ചാപ്റ്ററിൽ നമ്മളിതാ പഠിക്കാൻ പോകുന്നത് കേട്ടോ. 8 ഏജൻസീസിനെ പറ്റി പഠിക്കണം. എന്ന് വെച്ചാൽ 8 കാര്യങ്ങളാണ് നമ്മളൊരു വ്യക്തിക്ക് പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടാൻ കാരണമാകുന്നത്. ആ 8നെ പറ്റിയിട്ട് വിശദീകരിക്കുന്നതാണ് ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഒന്ന്, കുടുംബം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ പിയർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മൾ കാണുന്ന മീഡിയ, അത് ന്യൂസ് പേപ്പർ ആകാം, ടെലിവിഷൻ, റേഡിയോ ആകാം, സോഷ്യൽ മീഡിയ ആകാം, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ ആക്ടിവിറ്റീസും, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും, ജനങ്ങളുടെ മൊത്തമായിട്ടുള്ള ഒപ്പീനിയൻ, അതുപോലെ ആർട്ട്, ലിറ്ററേച്ചറൊക്കെ നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടാനായിട്ട് കാരണമാകാറുണ്ട്. സോ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഡസ് നോട്ട് ഹാപ്പൻ ഇൻസ്റ്റൻ്റ്ലി ഓർ ഇൻ എ പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ് വേ, അല്ലേ? ഇത് സ്വിച്ചിട്ട പോലെ വരുന്നൊരു സാധനമല്ല. നമ്മളുടെ ഈ പറഞ്ഞ നമ്മൾ വളർന്നു വരുന്ന ഒരു രീതിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് രൂപപ്പെട്ട് വരുന്നത്. ഓക്കെ, അതായത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘടകങ്ങൾ. ഏതൊക്കെയാണ്? അത് കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിയർ ഗ്രൂപ്പ് ഒക്കെ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് ഞാൻ മലയാളത്തിൽ നോട്ട് കൊടുത്തിട്ടില്ല, മലയാളം കോപ്പി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നോട്ട് കൊടുക്കാത്തത് കേട്ടോ. നമുക്കത് ആദ്യത്തെ നോക്കാം. കുടുംബം എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? ഓക്കെ, ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുള്ളത് ആർക്കാണ്? കുടുംബത്തിന് തന്നെയാണ്, അല്ലേ? ഓക്കെ, എ ചൈൽഡ് സോഷ്യലൈസേഷൻ പ്രോസസ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫാമിലി. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിയത് ഈ ഒരു സംഭാഷണം നിങ്ങൾ കണ്ടോ? ചൂട് കൂടി വരികയാണല്ലോ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഏതാണ്ട് ഒരുമിച്ച് കിട്ടുന്നൊരു സമയം, അല്ലേ? അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ട്യൂഷന് പോകും, അത് കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛൻ ജോലിക്ക് പോകും, അമ്മ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം, ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകാം, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതാണ്, എന്തോ ആയിക്കോട്ടെ. എങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്നൊരു സമയം എന്ന് പറയുന്നത് മിക്കവാറും രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും. അല്ലെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലെങ്കിൽ മിനിമം ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുക. നമ്മൾ ഒരു നേരമെങ്കിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ടെങ്കിലും ഞാൻ സംസാരിക്കുന്ന ഒരാളാണ്. കാരണം അവിടെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ദിവസം നടന്ന കാര്യങ്ങൾ, അല്ലെ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമുക്ക് എന്തൊക്കെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലേ, ഇതൊക്കെ നമ്മൾ പരസ്പരം സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോമൺ സമയം വേണം. എന്നെ സംബന്ധിച്ച് അത് ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ, ചില വീടുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം, ടോപ്പിക് എന്താണെന്നുള്ളത്, ചില നല്ല വിദ്യാഭ്യാസമുള്ള, ചിലപ്പോൾ വിദ്യാഭ്യാസം വേണമെന്നില്ല, അറിവുള്ള ചില പാരൻസ് കുട്ടികളുടെ അടുത്തും ഈ പറയുന്ന, അല്ലേ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെയും പറ്റി പറയാതെ അവർ അറിവ് അവർക്ക് എന്ത് ചെയ്യാറുണ്ട്? പകർന്നു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചൂട് കൂടി വരുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ആഗോളതാപനമാണ്. അപ്പോൾ ചൂട് കുറയ്ക്കാൻ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കുട്ടി എന്ന നിലയിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ അവന് സമൂഹത്തിനെ പറ്റി നല്ലൊരു കാഴ്ചപ്പാടായിരിക്കും. എന്നാൽ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ രാമൻ്റെ മോൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സുമതിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, അതായത് ഈ കുശുമ്പ് കുന്നായ്മ പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികൾക്കും മറ്റുള്ളവരുടെ കുശുമ്പും കുന്നായ്മയും നോക്കാനായിരിക്കും താല്പര്യം. നേരെ മറിച്ച് അവർ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്തോ ആയിക്കോട്ടെ, അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചാൽ കുട്ടിക്കും അറിവ് നേടാനുള്ളൊരു രീതി ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് വളർന്നു വരുന്നത്, അല്ലേ? നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ നാട്ടിൽ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മളതിനെപ്പറ്റി അന്വേഷിക്കണം, നമ്മളതിനെപ്പറ്റി സംസാരിക്കണം, നമ്മളതിലേക്ക് ഇറങ്ങണം എന്നാണ് കുട്ടികളുടെ അച്ഛനും അമ്മയും പറഞ്ഞു പഠിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ അവനും ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യാനൊരു അവസരം കൊടുക്കും. എന്നാൽ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് കാണുന്ന ആവശ്യമില്ലാത്ത ഒന്നിലും നീ ഇടപെടരുത്, ഒന്നിലും തലയിടരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടി എന്ത് ചെയ്യും? അവൻ മറ്റൊരു വിഷയത്തിൽ ഇടപെടാതെ അവൻ അവൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു സ്വഭാവം വരും. സോ ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? വീട്ടുകാരാണ്. അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, രക്ഷിതാക്കളുമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നിങ്ങൾ പങ്കാളികളാകാറുണ്ടല്ലോ. ഒരു കുട്ടിയുടെ സാമൂഹീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബങ്ങളും അതെന്താണ് പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, അതുപോലെ ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്. So a child socialization process starts from the family and the traditional beliefs and perceptions of the family influence the opinion. മനസ്സിലാവുമല്ലോ. സോ ഫസ്റ്റ് ഒന്നാം സ്ഥാനം ഒരു കുട്ടിയുടെ ഒപ്പീനിയൻ രൂപപ്പെടുന്നതിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്? കുടുംബത്തിന് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ല്, അല്ലേ? നല്ല കുടുംബത്തിൽ ജനിക്കണം, നല്ല കുടുംബത്തിൽ ജനിക്കണം എന്ന് പറയുന്നു. ഈ നല്ല കുടുംബം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല സൂപ്പർ കാശുള്ള കുടുംബം എന്നാണോ? അല്ല. അറിവും വിവരവും പക്വതയുള്ള കുടുംബം. അതിന് കാശൊരു ഫാക്ടറല്ല. കുടിലായിരിക്കാം താമസിക്കുന്നത്, പക്ഷേ ഒരാളുടെ ചിന്താഗതിയുണ്ട്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ പലതരം ആൾക്കാരെ കാണാറുണ്ട്. നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള പൊട്ടത്തനം പറയുന്ന ആൾക്കാരെ നമുക്കറിയാം. വിദ്യാഭ്യാസവും വിവരവും ചിലപ്പോൾ റോഡ് സൈഡിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ്സോ ചെറിയ കടയോ നടത്തുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ആളായിരിക്കാം. പക്ഷെ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് എന്തായിരിക്കും? കിടിലമായിരിക്കും. അപ്പോൾ അതൊക്കെ കുടുംബത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ നല്ല കുടുംബം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ കാശ് സൗകര്യമല്ല, ഇതാണ്. സോ നല്ല കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇതാണ്. നല്ല അറിവും വിവരവും വിദ്യാഭ്യാസവും പെരുമാറാനുള്ള രീതിയും അവനുണ്ടാകും. അതിന് തുടക്കം ആ വിത്ത് വിതയ്ക്കുന്നത് അവൻ്റെ ഫാമിലിയിൽ നിന്നായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിന് കൂടുതൽ പറയണ്ടല്ലോ, അല്ലേ? നിങ്ങളുടെ അറിവ് തുടങ്ങുന്നത് എവിടെ നിന്ന് തന്നെയാണ്? വീട്ടിൽ നിന്ന് തുടങ്ങുമെങ്കിലും ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സ്കൂളുകളിൽ നിന്ന് ആണ്. അതെ, അപ്പോൾ സ്കൂൾ എങ്ങനെയാണ് നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത്? കാണാപ്പാഠം പഠിച്ച് മാർക്ക് വാങ്ങിച്ച് തമ്മിൽ കുട്ടികൾക്കെതിരെ കോമ്പറ്റീഷൻ, അല്ലേ? മത്സരം വളർത്തി നിങ്ങളെ നശിപ്പിക്കുന്ന സ്കൂളുകളാണെങ്കിൽ നിങ്ങൾ വളർന്നു വരുന്നതും ആ ഒരു രീതിയിലായിരിക്കും. എന്നാൽ അനുകമ്പ, അതുപോലെ അറിയാനുള്ള ജിജ്ഞാസ കുട്ടികൾ, അല്ലെ? ചില സ്കൂളുകൾ, ചില അധ്യാപകർ തന്നെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഞാൻ പറയും നീ ഇതൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന അധ്യാപകരുമുണ്ട്. നിങ്ങൾക്ക് എന്താ സംശയമുള്ളത് നിങ്ങൾ ചോദിച്ചോ എന്ന് പറയുന്ന അധ്യാപകർ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ രണ്ടാമത് പറഞ്ഞ ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ ആ പറയുന്ന അധ്യാപനം പഠിപ്പിക്കുന്ന കുട്ടികൾക്കായിരിക്കും അറിവ് കൂടുതൽ. കാരണം സംശയങ്ങളിൽ നിന്നാണ് അറിവുണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ സ്കൂളുകൾ തന്നെ ആയിക്കോട്ടെ, സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂൾ, അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്പോർട്സ് പരമായിട്ട് മുന്നേറാൻ പറ്റുള്ളൂ. ആണോ? അല്ലേ? അല്ലാതെ സ്പോർട്സും ആക്ടിവിറ്റീസും ഒന്നുമില്ലാത്ത സ്കൂളിൽ നിന്ന് ഒരിക്കലും സച്ചിൻ ടെണ്ടുൽക്കറും സാനിയ മിർസയും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പങ്കുണ്ട്. ഇതൊക്കെ അല്ലേ കാണാതെ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ, അല്ലേ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഷേപ്പിംഗ് ചൈൽഡ്സ് നോളജ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ്, തിങ്കിങ് സ്കിൽസ്. ദേ പ്രൊവൈഡ് ദ മെയിൻ പ്ലാറ്റ്ഫോം ഫോർ ലേണിംഗ് ദാറ്റ് ആൻഡ് ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് റാഷണൽ ഒപ്പീനിയൻസ്. അർത്ഥം മനസ്സിലാവുമല്ലോ. വ്യക്തിപരമായിട്ടുള്ള ഈ പറയുന്ന, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ചിന്താഗതിയും അഭിപ്രായവും ഒക്കെ രൂപീകരിക്കുന്നതിൽ ആർക്ക് പങ്കുണ്ട്? സ്കൂളുകൾക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ട്. അപ്പം നോക്കിയേ, കുട്ടികളുടെ അറിവ് രൂപപ്പെടുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അവകാശങ്ങൾ, അവരുടെ കടമകൾ, ശാസ്ത്രചിന്ത, വിമർശന ചിന്താഗതി, അല്ലെ? വിമർശനാത്മക ചിന്താഗതി, അതുപോലെ എന്താണ് സംസ്കാരം തുടങ്ങിയവയെല്ലാം രൂപപ്പെടുന്ന എവിടെ നിന്നാണ്? കുട്ടിക്ക് സ്കൂളിൽ നിന്നാണ്. സോ അതുകൊണ്ടാണ് നല്ല സ്കൂളിൽ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഏതാ നല്ല സ്കൂള്? പ്രൈവറ്റ് സ്കൂള്, വലിയ ബോർഡിംഗ് സ്കൂള്, അങ്ങനത്തെ സ്കൂളാണോ? കോൺവെൻറ്റ് സ്കൂൾ അങ്ങനെയാണോ? അല്ല. ഏത് സ്കൂളും ആയിക്കോട്ടെ, സർക്കാർ സ്കൂളാവാം, മാനേജ്മെൻ്റ് ആകാം, അതുപോലെ പ്രൈവറ്റും ആവാം. പക്ഷേ നിങ്ങൾ ആ സ്കൂളിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അപ്പോഴാണ് കാര്യം ഇരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന രണ്ട് കാര്യം. കുറേ സമയമായില്ലേ ക്ലാസ്? നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ? അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.